തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന സെർവർ സിസ്റ്റം ഹാക്ക് ചെയ്തതിൽ ദുരൂഹത. ഇക്കഴിഞ്ഞ 14-ാം തീയതിയാണ് അജ്ഞാതർ സെർവർ സിസ്റ്റം ഹാക്ക് ചെയ്തത്. സിസ്റ്റം പുനഃസ്ഥാപിക്കുവാനുള്ള സാങ്കേതിക ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രശാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സെർവർ സിസ്റ്റമാണ് ഹാക്ക് ചെയ്യപ്പെട്ടത്. ഹാക്ക് ചെയ്യപ്പെട്ട് അത് തന്ത്രപ്രധാനമായ രേഖകളും ഫയലുകളും എല്ലാം അടങ്ങുന്ന ആ സംവിധാനത്തിൻ്റെ സൈബർ സംവിധാനത്തിൽ ഉൾപ്പെട്ട ഭാഗമാണ് ഈ ഹാക്ക് ചെയ്യപ്പെട്ടത്. ഈ ഹാക്ക് ചെയ്യപ്പെട്ട് അതിനുശേഷം ഇത് സെർവർ വീണ്ടെടുക്കുന്നതിനുള്ള അതിൻ്റെ പ്രവർത്തനം വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ നടത്തിയിരുന്നു. എന്നാൽ നടത്തിയതിനു ശേഷവും ഇത് ഹാക്കിംഗ് ആരാണ് ഹാക്ക് ചെയ്തതെന്നോ അല്ലെങ്കിൽ ഈ അജ്ഞാത സംഘം എന്തിനു വേണ്ടി ഹാക്ക് ചെയ്തതെന്നോ എന്നതോ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുകയും തുടർന്നാണ് ഈ പോലീസിനെ പരാതി നൽകുന്ന നിലയിലേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഏറ്റവും സുരക്ഷാ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ രേഖകളും മറ്റുമൊക്കെ സംരക്ഷിക്കുന്ന അതുമായി ബന്ധപ്പെട്ട എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സൈബർ വിങ് ആണ് ഇതുമായി ബന്ധപ്പെട്ട ആ സുരക്ഷാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സൈബർ വിങ്ങിൽ പെട്ടുന്ന അതിലുൾപ്പെട്ട സംഭവം, അതായത് ഈ സൈബർ വിങ്ങുമായി ബന്ധപ്പെട്ട ആ രേഖകളൊക്കെ അടങ്ങിയ ഇത് ഹാക്ക് ചെയ്യപ്പെടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ആ ശൃംഖല ഹാക്ക് ചെയ്യപ്പെടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ നിരവധി തവണ ഇത് അധികൃതർ പുറത്തറിയിക്കാതിരിക്കാൻ ഒരു നീക്കം നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ തന്നെ സ്വന്തമായി ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തി. ഈ ഹാക്ക് ചെയ്യപ്പെട്ടെങ്കിലും അത് പരിഹരിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു. നീക്കം നടത്തിയതിനു ശേഷവും ഏറെ കഴിഞ്ഞാണ് പോലീസിൽ പരാതി നൽകുന്നത്. പോലീസ് ഇതൊരു FIR ഇട്ട് കേസെടുത്തിട്ടുണ്ട്. കേസെടുത്തെങ്കിൽ പോലും ഇതിൽ ആരാണ് ഈ ഹാക്ക് ചെയ്തത്, അജ്ഞാത സംഘം ആരാണെന്നോ അവരുടെ മോട്ടിവേഷൻ എന്തായിരുന്നുവെന്നോ അല്ലെങ്കിൽ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ഹാക്ക് ചെയ്യേണ്ട കാര്യം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ കണ്ടെത്താൻ ഇതുവരെ പോലീസിനും സാധിച്ചിട്ടില്ല. FIR എടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്തിനു വേണ്ടി എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണ്. നമുക്കറിയാം, പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ളത് നിരവധി കേസുകളാണ്. നിരവധി മോഷണ ശ്രമങ്ങളടക്കമുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്തും ഇതുമായി ബന്ധപ്പെട്ട് സ്വർണം അടക്കം കാണാതെ പോകുന്ന സംഭവങ്ങളെല്ലാം ഈ അടുത്ത കാലത്തുണ്ടായതാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ നാളുകളായി നടക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതായത് വേറൊരു കാര്യമെന്ന് പറയുന്നത്, ഈ കർമ്മചാരി സംഘം പരാതിപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 5 കൊല്ലം സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നൊരു ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരെ മാറ്റിയതിനു ശേഷം മറ്റു ചിലരെ, അതിന് യോഗ്യതയില്ലാത്ത മറ്റു ചിലരെ ഇതിലേക്ക് ഈ ശൃംഖലയുടെ ചുമതല ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത് ഹാക്ക് ചെയ്യുന്ന നിലയിലേക്ക് എത്തിയത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണേണ്ടത് കൂടിയാണ്. കാരണം സൈബർ വിദഗ്ധരടക്കം ഇത് പരിശോധിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള രേഖകളടക്കം സൂക്ഷിക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങളടക്കം നടക്കുന്ന സാഹചര്യം കൂടി വളരെ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്. എന്തായാലും സിസ്റ്റത്തിന്റെ തകരാറെന്നെല്ലാം പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം അത്രത്തോളം ഒരു സുരക്ഷാ വീഴ്ച കൂടെ അവിടെ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്.